നമസ്കാരം. ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ എൻഡിഎയുടെ ഘടകകക്ഷിയായ 2020-യിൽ ചേർന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഖിൽ മാരാർ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. പ്രഗത്ഭരായ നിരവധി വ്യക്തിത്വങ്ങൾ 2020-ലേക്ക് കടന്നുവരികയാണെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. അഖിൽ മാരാർ പാർട്ടിയുടെ ഭാഗമായെന്നും ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന കാര്യം എൻഡിഎ നേതൃത്വം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് എന്നും നിലവിലെ ഭരണം മാറണമെന്ന ഉറച്ച നിലപാടുള്ളയാളാണെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു. അതുകൊണ്ടാണ് താൻ പലപ്പോഴും UDF അനുകൂല നിലപാട് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രാന്തദർശികളായ നേതാക്കൾ മുന്നോട്ട് വരണമെന്നും അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ് 2020 എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിഴക്കമ്പലം മാതൃകാപരമായി വികസനം കാഴ്ചവെക്കുന്ന പശ്ചാത്തലത്തിൽ തനിക്ക് ചേരാൻ ഏറ്റവും അനുയോജ്യമായ പാർട്ടിയാണിതെന്നും അഖിൽ മാരാർ പറഞ്ഞു. നേരത്തെ താൻ കോൺഗ്രസിനുള്ളിൽ വേണോ പുറത്തു വേണോ എന്ന് കോൺഗ്രസ് നേതൃത്വമാണ് ചിന്തിക്കേണ്ടിയിരുന്നതെന്നും എന്നാൽ അതുണ്ടായില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ താൻ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു. എന്നാൽ UDFുമായി സ്ഥാനാർത്ഥി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നും അഖിൽ മാരാർ വ്യക്തമാക്കി. കേരള സ്റ്റോറി 2 ട്രെയിലർ വിവാദത്തിന് മറുപടി പറയേണ്ടത് NDA നേതൃത്വമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ. കൊല്ലത്തുള്ള അഖിൽ മാരാരുടെ സ്വാധീനം പ്രയോജനപ്പെടുത്തുന്നതിനായി BJPയും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. VD സതീശനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അഖിൽ മാരാരുടെ NDA പാർട്ടി പ്രവേശനം എന്നതും ശ്രദ്ധേയമാണ്. ബിഗ് ബോസ് വിജയിയും സംവിധായകനുമായ അഖിൽ മാരാർ 2020 പാർട്ടിയിൽ ചേർന്നതും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനവും കേരള രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. അഖിൽ മാരാറിലൂടെ 2020യും NDAയും തമ്മിലുള്ള സഹകരണം കൂടുതൽ പ്രകടമാവുകയാണ്. കിഴക്കമ്പലം മോഡൽ വികസനം ഉയർത്തിക്കാട്ടുന്ന 2020 NDAയുടെ ഭാഗമായി മത്സരിക്കുമ്പോൾ അത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒരു പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സഹായിച്ചേക്കാം. പ്രത്യേകിച്ച് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോട് മടുപ്പുള്ള വോട്ടർമാരെ ആകർഷിക്കാൻ ഈ സഖ്യത്തിന് സാധിക്കും. UDF അനുകൂല നിലപാടുകൾ മുൻപ് സ്വീകരിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള പരസ്യമായ ഏറ്റുമുട്ടലാണ് അഖിൽ മാരാരെ കോൺഗ്രസ് പാളയത്തിൽ നിന്നും അകറ്റിയത്. സ്വതന്ത്ര ചിന്താഗതിക്കാരൻ എന്ന് സ്വയം വിശേഷിക്കുമ്പോഴും നിലവിലെ പ്രതിപക്ഷ നേതൃത്വത്തോടുള്ള അതൃപ്തിയാണ് അദ്ദേഹത്തെ 2020യിലേക്കും NDAയിലേക്കും എത്തിച്ചത്. കോൺഗ്രസ് നേതൃത്വം തന്നെ പരിഗണിച്ചില്ലെന്ന അദ്ദേഹത്തിന്റെ വിമർശനം ശ്രദ്ധേയമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5ലെ വിജയം അഖിൽ മാരാർക്ക് വലിയൊരു ആരാധക വൃന്ദത്തെ നേടിക്കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രശസ്തി വോട്ടുകളായി മാറുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സ്വന്തം ജില്ലയായി കൊല്ലത്ത്, പ്രത്യേകിച്ച് കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ രാഷ്ട്രീയമായി തന്ത്രപരമാണ്. കൊല്ലം ജില്ലയിൽ BJPക്കുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും അഖിലിന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഇടതു വലത് മുന്നണികളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും NDA ലക്ഷ്യമിടുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ കുറച്ച് സ്വതന്ത്ര ചിന്താഗതി പിന്തുടരുന്ന ആളാണ്. അപ്പം എൻ്റെ ചില ചിന്തകളും ചില അഭിപ്രായങ്ങളും ഒക്കെ ചിലപ്പം അത് BJPക്ക് അനുകൂലമായിരിക്കും, ചിലപ്പോൾ UDFിന് അനുകൂലമായിരിക്കും, ചില സമയങ്ങളിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. അടിസ്ഥാനപരമായിട്ട് എൻ്റെ ചിന്തയിൽ കൂടുതലും ഒരു സ്വതന്ത്ര ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ മുൻപ് തന്നെ എൻ്റെ സിനിമ എടുത്ത സമയത്ത് ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമ അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ തകർച്ച, അയാൾ രാഷ്ട്രീയ പാർട്ടിക്കാരാൽ തകർന്ന ഒരു ബിസിനസ്സുകാരൻ തന്റെ പോരാട്ടം 3 രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നയിക്കുന്ന രീതിയിലൊരു സിനിമയായിരുന്നു എടുത്തത്. അന്ന് ആ സമയത്ത് ഞാൻ സാബു ജോക്കബുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതായത് 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ, എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് 2020യുടെ ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് രാജ്യത്ത് പ്രതിപക്ഷ നിരക്ക് ശക്തി പകരത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് നടത്തി. എപ്പോഴും ഭരണം മാറണമെന്നുള്ള ഒരാഗ്രഹം പങ്കുവയ്ക്കുന്ന, പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് എന്റെ പ്രതികരണങ്ങളിൽ പലതും UDF അനുകൂലമായിട്ടുണ്ടായിരുന്നു. UDFിന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ടും സംസാരിക്കേണ്ട സാഹചര്യം വന്നതും അത്തരം ഒരു പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഇന്നൊരു പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തെക്കാൾ ഉപരി നമ്മുടെ നാട്ടിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാം. അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ ഏറ്റവും അടുത്ത് റീസെന്റ് ആയിട്ട് നമ്മുടെ MP പ്രേമേന്ദ്രൻ പറഞ്ഞു, റെയിൽവേയിൽ നാളിതുവരെ കാണാത്ത ഒരു വികസനമാണ് നടന്നത്. രാജ്യത്തും നാളിതുവരെ കാണാത്ത വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല.
അതേസമയം തന്നെ നമ്മുടെ കേരളം പലപ്പോഴും ചിന്തകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് തന്നെ മന്ത്രിയായിരുന്ന ശ്രീ ദിവാകരൻ ഇത് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് നമ്മുടെ നാട്ടിലുള്ളതെന്നും ഇവിടെ നിന്ന് എന്താണ് കയറ്റുമതി ചെയ്യുന്നതെന്നും ഏത് മേഖലയിലാണ് കേരളം അഭിമാനിക്കേണ്ടതെന്നും ഒക്കെ തന്നെ ശ്രീ ദിവാകരൻ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പൊ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെയാണ് 2020യുടെയും NDAയുടെയും BJPയും തമ്മിലുള്ള ഒരു ലയനം വരുന്ന സമയത്ത് എന്താണ് BJP ഉദ്ദേശിക്കുന്നത്. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക. അങ്ങനെ നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ വരുംകാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് ഈ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും 80-ലും 90-ലും കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് 2030-ൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് 2035-ലും 40-ലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഏത് മേഖലയിലാണ് സർവൈവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിൽ വിഷണറി ആയിട്ടുള്ള, ദീർഘവീക്ഷണമുള്ള, കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രാന്തദാർശനികമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ വരണം. ആ നേതാക്കന്മാർക്ക് പഴയകാല രാഷ്ട്രീയ ഈ പണിമുടക്ക്, മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പറയാൻ കഴിയണം. അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എത്രയോ നാളുകൾക്ക് മുമ്പേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 2020 എന്നതും അത് കിഴക്കമ്പലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ 2020 ചേരുന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തു നിന്ന് വിളിച്ചു, ചേട്ടാ ഗംഭീര തീരുമാനമാണ്, ഞങ്ങൾ കിഴക്കമ്പലത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് പ്രയാസം. ഇത് നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കമ്പലത്ത് തന്നെ അതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻ, ഭാവിയിലെ കേരളം എന്താകണം എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കിഴക്കമ്പലത്ത് 2020 കാണിച്ചത്. അപ്പം സാബു ജേക്കബിന്റെ വിഷനും 2020യുടെ കാഴ്ചപ്പാടും ഈ രീതിയിൽ വരുമ്പോൾ എന്നെ കണക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും ചേരാനും ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശയം നിലവിൽ കേരളത്തിലില്ല. ആ സന്തോഷമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നെ പോലെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്.